ശേഷം ആദ്യമായിട്ടാണ് വാസ്തവത്തിൽ ഈ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ഒക്കെ സ്റ്റേഡിയങ്ങൾ പറയുന്നത് സർ മലബാറിൽ നിന്ന് ഫുട്ബോൾ പ്രേമികൾ വരുന്നത് കൊണ്ടാണ്. ആദ്യമായിട്ട് മലബാറിന് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഈ ബജറ്റിലെടുത്ത മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കും. സർ, ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാണ്ട് സർ, ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടക്കുകയാണ്. വാസ്തവത്തിൽ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിച്ചാൽ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടമായിട്ട് അത് മാറും. 100% ഞാൻ യോജിക്കുന്നു. ഒന്ന് രണ്ട് കാര്യം പറയണ്ട സർ. ഇവിടെ ബിജെപിയുടെ പ്രതിനിധികൾ ഇരിക്കുന്നുണ്ട്, അവരെ ശ്രദ്ധയ്ക്ക് വേണ്ടി, രാഷ്ട്രീയമില്ല സർ, അവര് ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ് സർ. മലബാർ മേഖലയിലെ സെവൻസ് ഫുട്ബോൾ കളിക്കാൻ വരുന്ന ആളുകൾക്ക്, ഇപ്പൊ വിദേശ താരങ്ങൾക്ക് സാധാരണ മുൻപ് വിസ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇത്തവണ വിസ കൊടുക്കാത്തതുകൊണ്ട് ചില ആളുകൾ ബിസിനസ് വിസയിൽ വന്നു. ഇപ്പൊ അവരെയൊക്കെ തീവ്രവാദികൾ എന്നത് പേര് പോലെ വേട്ടയാടുന്നൊരു സമീപനമുണ്ട്. ആ കൊണ്ടുവന്ന ക്ലബിന്റെ മാനേജർമാർക്ക് മുഴുവൻ നോട്ടീസ് അയച്ചിരിക്കണം സർ. അത് സ്വാഭാവികം. നിരവധിയായിട്ടുള്ള ഫുട്ബോൾ ട്രെയിനിങ് സെന്ററുകളുണ്ട്. ഓരോ ദിവസവും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്രദേശമാണ് സർ. ലീഡർ കെ കരുണാകരന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു സെന്റർ ഫോർ ഫുട്ബോൾ എക്സലൻസ് തൃക്കരിപ്പൂരിൽ സ്ഥാപിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയണ്ട, നിങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്ന പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്പുറത്തിരിക്കേണ്ടി വന്നത്. ഓർക്കണം. അതുകൊണ്ട് പ്രേമികളെ പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്പുറത്തേക്ക് സർ. മെസ്സിയെ കൊണ്ടുവരുന്നത് പറ്റിച്ചിട്ടാണ് സർ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പോകണ്ട സർ, അതൊന്ന് പറഞ്ഞോട്ടെ. ലീഡർ കെ കരുണാകരന്റെ പേരിൽ അദ്ദേഹത്തിന്റെ എഴുതി തന്നതും വേറെയാണ്. എന്ത് തേങ്ങയാണ് ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞു സർ. അവർ വളം വെക്കുന്നതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ സെൽഫ് ഗോൾ ആന്ദ്രേ എസ്കോബാർ നേടിയ സെൽഫ് ഗോൾ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം PM-ശ്രീ പദ്ധതി സഭയിൽ ഉന്നയിച്ചപ്പോ ഈ പ്രതിപക്ഷമാണ് ആന്ദ്രേ എസ്കോബാറിനെ സെൽഫ് ഗോൾ നേടിയതെന്ന് എനിക്ക് മനസ്സിലായി സർ. നിങ്ങൾ ഇത്രയും നന്നാക്കുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? എന്തോ നീ കേട്ടിട്ട്? അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.